ഇന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി മലയാളികളുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനമാണ്. 2023 ജൂലൈ 18-നാണ് ഉമ്മൻചാണ്ടി വിടവാങ്ങിയത്. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ അനുസ്മരണ ദിനം കോൺഗ്രസ് വിശാലമായി കൊണ്ടാടുകയാണ്. ഓർമ്മദിനത്തിൽ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി പള്ളിയിലെത്തി കോൺഗ്രസ് UDF നേതാക്കളെല്ലാം പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ കാണുന്നത്. ഇതിൽ ഉമ്മൻചാണ്ടിയുടെ സമകാലികരുണ്ട്, പിൻതലമുറയിലെ നേതാക്കളുണ്ട്, ജൻസി കാലത്തെ നേതാക്കളുമുണ്ട്. അവരിൽ എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയുടെ സ്വന്തമെന്നറിയപ്പെടുന്ന ഒരുപിടി നേതാക്കളിൽ പ്രമുഖരാണ് വിഷ്ണുനാഥും ഷാഫി പറമ്പിലും. തങ്ങളെ രാഷ്ട്രീയത്തിൽ കണ്ടെത്തിയതും ഈ നിലയിലെത്തിച്ചതും ഉമ്മൻചാണ്ടിയാണെന്ന് എവിടെയും തുറന്നു പറയുന്ന നേതാക്കളാണ് ഇരുവരും. ഇന്ന് രാവിലെ തന്നെ ഇവർ പുതുപ്പള്ളി പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥന നടത്തി. അതിനുശേഷം നടത്തിയ പ്രതികരണം വളരെ വൈകാരികമായിരുന്നു. വേർപിരിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും ആ വേദന വിട്ടുമാറിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഷാഫിയുടെയും വിഷ്ണുനാഥിൻ്റെയും വാക്കുകൾ. ഞങ്ങളിലെ KSUക്കാരെ കണ്ടെത്തിയതും ഇതുവരെയൊക്കെയാക്കിയതും ഉമ്മൻചാണ്ടിയാണ്. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന ഞങ്ങളെ നിയമസഭയിലും പാർലമെന്റിലും എത്തിച്ച പ്രചോദനം അദ്ദേഹമാണ്. ജീവിതകാലം മുഴുവൻ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി നീക്കിവെച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നും പറയുന്നുണ്ട് ഷാഫി പറമ്പിൽ MP. ഞങ്ങളിലെ KSUക്കാരെ വാർത്തെടുത്തത് ഉമ്മൻചാണ്ടി സാറാണെന്നും അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ആരുമില്ലെന്നുമുള്ള ഷാഫിയുടെ വാക്കുകൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രസക്തവുമാണ്. KSUക്കാരായി ഞങ്ങളെ കണ്ടെത്തി ഇവിടെ വരെ എത്തിച്ചത് ഉമ്മൻചാണ്ടി സാർ മാത്രമാണെന്ന് പറയുന്നു PC വിഷ്ണുനാഥ്. മന്ത്രിയായപ്പോഴുള്ള സന്തോഷത്തിനിടയിലെ ഏറ്റവും വലിയ സങ്കടം അദ്ദേഹത്തിന്റെ അസാന്നിധ്യമായിരുന്നു. ആരോഗ്യം പോലും മറന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകാറില്ല. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഉമ്മൻചാണ്ടിക്കുള്ള നിത്യസ്മാരകങ്ങളെന്നും മന്ത്രി വിഷ്ണുനാഥ് പറയുന്നു. ഈ 2 നേതാക്കളും KSUവിൽ നിന്ന് തങ്ങളെപ്പോലെ നിരവധി പേരെ കണ്ടെത്തി വളർത്തി വലുതാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി VD സതീശനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSU കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സതീശനുമായി ഏറ്റുമുട്ടലിലാണ്. ഗവൺമെന്റ് ലീഡർ നിയമനത്തിലെ ചില പാകപ്പിഴ KSU ചൂണ്ടിക്കാട്ടിയിട്ടും അതിനെ അഡ്രസ് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇതിൽ KSUവിന് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് അവഗണിക്കുകയാണ് ചെയ്തത്. ഇതാണ് KSUവിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ പേരിൽ ഇപ്പോൾ നേതാക്കൾ 2 പക്ഷമായി തിരിഞ്ഞ് പോരടിക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. എന്തായാലും ഉമ്മൻചാണ്ടി അനുസ്മരിച്ച് ഷാഫി പറമ്പിൽ വൈകാരികമായി നടത്തിയ ആ പ്രസംഗം കാണാം. ആർക്കും അതുപോലെ ആവാൻ കഴിയില്ല, പകരം ഒരാളുണ്ടാവില്ല. ഞങ്ങളൊക്കെ ഒട്ടും പൊളിറ്റിക്കൽ അല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നു. സാധാരണ ഗവൺമെന്റ് കോളേജിലെ KSU പ്രവർത്തകരായി വന്നു. അവിടുന്ന് കേരളത്തിന്റെ നിയമസഭയിലും ഇന്ത്യയുടെ പാർലമെന്റിലേക്കൊക്കെ ഞങ്ങളൊക്കെ എത്തിയതിന്റെ പുറകിലെ പ്രചോദനം എന്ന് പറയുന്നത്, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, ഞങ്ങളിലെ KSUക്കാരെ കണ്ടെത്തി ഇതൊരാക്കിയത് ഉമ്മൻചാണ്ടി സാറുടെ പ്രസൻസാണ്. ഇപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, അദ്ദേഹം ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി നീക്കിവെച്ചു. ഇപ്പോഴും ആ പേര് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിക്കുക. ഇന്നിപ്പോൾ തന്നെ അനുസ്മരണ ദിവസം നടക്കുക, അനുസ്മരണ ദിനം നടക്കുക. ഔദ്യോഗികമായ അനുസ്മരണ പരിപാടികൾക്കപ്പുറം കേരളത്തിലുടനീളം മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ പേരിൽ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനകൾ, യൂണിറ്റുകൾ, വ്യക്തികൾ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ വീൽ ചെയർ ആവാം, അതല്ലെങ്കിൽ അതിലും വലിയ കാര്യങ്ങളാവാം. ചെറുതോ വലുതോ ആയിട്ടുള്ള അനേകം കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ 100-ത്തിലധികം സീറ്റുമായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഷോട്ടൻ സൂചിപ്പിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി അവനവന്റെ ആരോഗ്യം നോക്കാതെ ഓടിയ ഒരാൾ, ആ ഓട്ടത്തിന് ഇപ്പോൾ കാലശേഷവും സാധാരണക്കാരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആ പേര് വരിക. ആ പേര് അത് നമുക്ക് ഒരു കൂടെ ഇല്ല എന്നുള്ള ശൂന്യത ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആർക്കും അതുപോലെ ആവാൻ കഴിയില്ല, പകരം ഒരാളുണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ തുടരുകയാണ്. കാലശേഷവും ഉമ്മൻചാണ്ടി എന്ന നാമവും ആ സേവനവും ഈ നാട്ടിലെ ജനതയ്ക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും.